LDF സ്ഥാനാർത്ഥിക്ക് നേരെ കയ്യേറ്റ ശ്രമമെന്ന പരാതി. കുറ്റ്യാടിയിലെ LDF സ്ഥാനാർത്ഥിയെ KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്ററെ UDF പ്രവർത്തകൻ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ ക്ഷേത്രം സന്ദർശിക്കുകയും ഭക്തന്മാരെ കാണുകയും പരിപാടികൾ വീക്ഷിക്കുകയും ഉണ്ടായി. എല്ലാ നടപടികളും കഴിഞ്ഞ് ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവസരത്തിൽ ഒരു സാമൂഹ്യ വിരുദ്ധൻ ബോധപൂർവം എന്റെ നേരെ കയ്യേറ്റ ശ്രമം നടത്തുകയുണ്ടായി. എന്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറാമാനെ ആദ്യം തട്ടിമാറ്റി അതിനുശേഷമാണ് എനിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായിട്ടുള്ളത്. രാഹുൽ KV വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, പിന്നീട് അവിടെ എന്തെങ്കിലും കൂടുതൽ ഇഷ്യൂസിലേക്ക് പോയോ? പോലീസ് ഇടപെട്ട് പ്രശ്നം ശാന്തമാക്കിയായിരുന്നോ? അടുത്ത ദിവസങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു സമയമാണല്ലേ? തീർച്ചയായും തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ ഈ വിധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നീട് തുടർ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇത് വൈകിട്ടോടു കൂടിയാണ് സംഭവം ഉണ്ടായത്. കുറ്റ്യാടി മണ്ഡലത്തിലെ MLA കൂടിയാണ് KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ. CPM-ന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി കൂടിയാണ്. സിറ്റിംഗ് MLA ആണ് സ്ഥാനാർത്ഥിയെ LDF നിശ്ചയിച്ചത്. പ്രചരണമൊക്കെ സജീവമായി നടന്നു വരികയാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിച്ചിരുന്നു. അതിനുശേഷം കോഴിക്കോട് ജില്ലയിലെ തന്നെ വളരെ പ്രസിദ്ധമായ മണിയൂർ തെരു ഗണപതി ക്ഷേത്രത്തിൽ അവിടെ ക്ഷേത്രോത്സവം നടക്കുകയായിരുന്നു. MLA ഈ സ്ഥാനാർത്ഥി അവിടെ എത്തി. അതിനുശേഷം അവിടെയുള്ള ആളുകളെയൊക്കെ കണ്ട് പരിപാടിയിൽ നിന്ന് പുറത്തേക്ക്, ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഈ സംഭവം കയ്യേറ്റം ചെയ്തത് എന്നുള്ള പരാതി വരുന്നത്. ഒരാളാണ് ഈ കയ്യേറ്റം ചെയ്തത്. ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറമാനെ ആദ്യമേ തന്നെ പിടിച്ച് തള്ളി മാറ്റി. അതിനുശേഷം സ്ഥാനാർത്ഥിക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് അവിടെ നിന്ന് പോയി UDF-ന്റെ ആഹ്വാനപ്രകാരം അല്ലെങ്കിൽ ബോധപൂർവം നടത്തിയ ഒരു കയ്യേറ്റ ശ്രമം എന്ന രീതിയിലാണ് LDF ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ LDF മണ്ഡലം കമ്മിറ്റി ശക്തമായി ഈ ഒരു സംഭവത്തെ അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി ഈ സംഭവത്തിന് ശേഷം നേരെ ആശുപത്രിയിൽ പോയി പ്രാഥമികമായി ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഏതായാലും കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും പോകരുതെന്നുകൂടി സ്ഥാനാർത്ഥിയും ഒപ്പം LDF പ്രവർത്തകരും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിന് വലിയ പ്രതിഷേധമാണ്. UDF ബോധപൂർവം നടത്തിയ ഒരു പ്രശ്നം എന്ന രീതിയിൽ ഇതിനെ LDF കാണുന്നത്. പക്ഷേ UDF ഇത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതോ ഒരാൾ നടത്തിയ കയ്യേറ്റ ശ്രമം മാത്രമെന്നാണ് UDF നേതൃത്വം പറയുന്നത്. ശരി.